സോ ഞാൻ ഈ അമ്മേനെ പോയി കണ്ട സമയത്ത് അമ്മയുടെ ഈ ഒരു ഫീലിങ്, അപ്പൊ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞത് തന്നെ തിരിച്ചും പാവം എല്ലാം പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങി. ട്രോൾ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇല്ലെങ്കിൽ ഇന്ന് ഈ ആശിയും ജാസിയും ഈ ഉലകത്തിൽ ഇല്ലേ ഇല്ല. ഈ ലെവലിൽ ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് എന്നെ കൊണ്ടൊന്ന് വെച്ചു. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വിദ്യാദാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ മക്കള്. തൻ്റെ തന്തിത്തെ ചന്തി കഴുകിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാണ്ട് മറ്റുള്ളവരുടെ ചന്തിയിൽ എന്താണുള്ളത് നോക്കാൻ പോണതാണ് എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം. എനിക്ക് ട്രൂ കോൾ ഉണ്ട്. ഇത് ഇവർക്ക് അറിയോ അറിയില്ലോ എനിക്കറിയില്ല. വന്ന സമയത്ത് ആശി ജാസി ബ്രാക്കറ്റ് കുണ്ടൻ. അപ്പൊ കുണ്ടൻ തന്നെ എഴുതി വെച്ചിട്ട് നീ എങ്ങനെ വന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് നീ കൊടി കൊത്തി നിന്നിട്ട് താണ്ഡവം കളിക്കണ്ടല്ലോ. ഈ കഥകളി മാത്രമൊന്നല്ല കളിക്കുന്നത്. ഇതാണ് സ്ക്രീൻഷോട്ട് എനിക്ക് വന്നത്. നിങ്ങൾക്ക് ക്ലോസപ്പ് എടുക്കെങ്കിൽ എടുത്തോളൂ. നമ്പർ ഇത് തന്നെയാണ്. ഇതിലെന്താ എഴുതിയിരിക്കണം എന്നുള്ളത് ഒന്ന് നോക്കിക്കോളൂ. എന്താ എഴുതിയിരിക്കണം പഠിക്കുന്നത്? ആഷി ജാസി ബ്രാക്കറ്റിൽ കുണ്ടൻ. ഇത് അസത്ത് ഏത്? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ ഇത്രയും കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്നു, ഞാൻ ഇത്രയും ഇൻഫർമേഷൻസ് കൊടുത്തു എല്ലാവർക്കും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് പിന്നെ നുണ പറഞ്ഞ് പിന്നെ ആൾക്കാരെ പറ്റിച്ചിട്ട് പിന്നെ തന്നെ സാധിപ്പിക്കാൻ ഞാനാണ് റൈറ്റ്, മറ്റുള്ളവരല്ല റൈറ്റ് എന്ന്. ഓക്കെ, എന്നിട്ട് എന്നെ തന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാണ് നിങ്ങൾ പിന്നെ പൊടാന്ന് വിളിച്ചത്? ഞാനൊരു പെണ്ണായി മാറിയവളാണ് അല്ലേ? അപ്പൊ നീ മാറിയണ്ടെന്ന് ഞാൻ നിന്നെ ഡാന്ന് വിളിച്ചാലും നീ ഡാ തന്നെയല്ലേ? അവിടെ ഇവിടെ നീ ഡി ആയിട്ടില്ലല്ലോ. അപ്പൊ എന്നെ ഡാന്ന് ഞാൻ വിളിക്കാൻ ഒരാള് 53 വയസ്സ്, സ്വന്തം അവരിന്റെ പാർട്ട്ണറിന്റെ അമ്മയുടെ അതേ വയസ്സാണ് എനിക്ക്. എന്താ പറഞ്ഞാൽ അവരുടെ അമ്മ എൻ്റെ അടുത്ത് ഞാൻ റീസെന്റ് ആയിട്ട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു അവര് ഭയങ്കര വയസ്സിൽ മൂത്തവരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നൊക്കെ വിളിച്ചു ഞാൻ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ആഷിയുടെ അമ്മ. അവര് വീഡിയോ ഇപ്പോ വന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആഷിയുടെ അമ്മ വന്ന് പറഞ്ഞു, അമ്മേനെ നേരിട്ട് പോയി കണ്ടു. അത് ഞാനോ? എന്താ പറഞ്ഞാൽ എനിക്കൊരു സോണില വന്നു. എന്തുകൊണ്ടറിയോ? എനിക്കിപ്പോ ഈ ഒരു ഫെയിമും നെയിമും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിതിൽ പറയണത്. എനിക്ക് എൻ്റെ അമ്മ 12 വയസ്സിൽ പോയതാണ്. സോ ഒരമ്മ എത്രത്തോളം തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടാവും. അത് എന്ത് വേണമെങ്കിൽ ആവട്ടെ. പക്ഷെ ആ സ്ത്രീനെ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ എൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെ എന്നെ പോലെ ഒരാളെ കാണാൻ തന്നെ അവർ സങ്കടപ്പെടും. അവർക്ക് തോന്നും, അയ്യോ എൻ്റെ മകന് ഇതുപോലത്തെ ഒരു ജന്മങ്ങളെല്ലാം എടുത്തിട്ട് പോയത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരാൾക്കാരെ അവരത് എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ അങ്ങനത്തെ അമ്മമാരൊക്കെ നമ്മളെപ്പോലെ എല്ലാവരും ശപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സങ്കടമുണ്ട്. സോ ഞാൻ പാലക്കാടാണ് ജീവിക്കണമെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ത്രൂ ദ സോഴ്സസ് സത്യം പറഞ്ഞാൽ എനിക്ക് ആരറിയോ എനിക്കിത് എനിക്ക് എൻ്റെ ഒരു ഓട്ടോ ഡ്രൈവർ അവരിൻ്റെ ഈ ആഷിയുടെ ബ്രദേഴ്സിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നത്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളിതുപോലെ ആഷിൻ ജാസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്തും ഇത് തന്നെയാണ് ചോദിച്ചത്. ആദ്യം വണ്ടിയിൽ കയറി ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അക്കടെ പക്കടെ പറഞ്ഞാൽ എന്താണ് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിലാണ്, ഇവിടെ തന്നെയാണ് വീട്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അമ്മ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അവർ അമ്മയുടെ വീട് അറിയുമോ ചോദിച്ചു. ആഷിയുടെ അമ്മേനെ അറിയുമോ നിങ്ങൾക്ക്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ എന്നെ അവരെങ്ങനെ പോയി എന്നെ അംഗീകരിക്കുമോ ഇല്ല അവരെൻ്റെ അടുത്ത് സംസാരിക്കുമോ? എന്താ പറഞ്ഞാൽ അവരിൻ്റെ സോ കോൾഡ് മകനെ തട്ടിക്കൊണ്ടുപോയതും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നത്. തൻ്റെ മകൻ കിട്ടാണ്ട് പോയി ആ സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളെല്ലാവരെയും ആ പാനലിലാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻസും ഈ കാര്യങ്ങളെല്ലാം ഭൂരിപക്ഷം എത്രയോ പേര് നല്ലവരുണ്ട്. ഈ നല്ലവരുടെ ഇടയിൽ ഒരാൾ ചെയ്യുന്ന തെറ്റ്, ഒരാൾ ചെയ്യുന്ന കാര്യം കൊണ്ട് നമ്മളെല്ലാവരെയും ആ ലിസ്റ്റിൽ പിടിച്ചിടും അല്ലേ? അപ്പൊ പണ്ടോട്ടിട്ട് അങ്ങനെ തന്നെയാണ് അല്ലേ? ഒരാൾ ചെയ്തതിപ്പോ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്നത് പുതിയ സെൻസേഷൻ വിജയന്റെ പിന്നെ റാലിയിൽ നടന്നിരിക്കുന്ന ഇത് ഇന്നലെ ഇതിപ്പോ നടന്ന ഇതാണ്. അതില് ആരെ ബ്ലെയിം ചെയ്യണത്?
ഒരാളെ കാണാൻ വേണ്ടി വന്നു, അതിൽ വന്നു, അത് നടന്നു. അതുകൊണ്ട് വിജയ് തെറ്റായോ? അല്ല, ആ ഒരു സർക്കാരിന്റെ മേലെ പറയണോ അവരിതിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്. അപ്പം നമ്മളിതിനെ ഏത് വിധത്തിൽ എടുക്കാൻ പറ്റും? അതേപോലെ തന്നെ ജാസിയുടെയും അമ്മയാലും അമ്മ പറയണ കാര്യത്തിൽ അവരുടെ മനസ്സിൽ തന്നെ സങ്കടമാണ് അല്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ അവര് എനിക്ക് നമ്പർ വാങ്ങി തന്നു. നമ്പർ വാങ്ങിച്ചു തരൂ, എനിക്ക് അവരൊന്ന് പോയി കണ്ടിട്ട് ഒന്ന് എനിക്ക് അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം ആ ഒരു കരയുന്ന അമ്മയാണ് അല്ലേ. എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് എനിക്കിതിൽ പോയിട്ട് അവിടെ പോയിട്ട് ഞാനൊരു ഫെയിമും നെയിം എടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം ഞാനിത് പറയുന്നത്. ഒരമ്മേനെ എങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നാൽ നാളെ ഞാൻ ഇതുപോലെ നീ ഒരാൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ ക്ലാസ്സിലിട്ട് തൂക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടിയിട്ട് ഇതുപോലെ മെസ്സേജ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വരട്ടെ ചോദിച്ചപ്പോൾ ഇപ്പം തന്നെ വാ, ഞാനിപ്പോൾ നിസ്കരിക്കാൻ പോവുകയാണ്, ആ കുട്ടി വരൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൈ വീശിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പഴനിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന അപ്പം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പോകേണ്ടത്, കൈ നിറച്ചിട്ട് പോകുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ അവരെ വീട്ടിലേക്ക് പോയി. അവരൊരു ഫ്ലാറ്റ് പോലെയുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ലക്കിലി അവർ ഇപ്പോൾ ഹോളിഡേ വന്നതുകൊണ്ട് മരുമക്കളും എല്ലാവരും പോയി, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതുപോലെ പോയപ്പോൾ അവർ അവിടെ മേലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരെ ഇൻ്റർവ്യൂവിലൊക്കെ മൂടി വെച്ചിട്ട് എനിക്ക് അവരെ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറി മേലെ പോയി നാച്ചുറലായിട്ട്. അപ്പോൾ അവർ എന്നെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഇവരെന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ഇവരെന്തെങ്കിലും എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ, ഉള്ളിലൊരു പേടി. എന്താ പറഞ്ഞാൽ അവർക്ക് അന്ന് കൊടുത്ത ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി. എന്താ പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒന്നിനും അങ്ങനെ വേണ്ട, അങ്ങനെ ആരെങ്കിലും നമ്മളെ പറ്റിക്കണോ. എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ അവരുടെ മകൻ കൊടുത്ത ഒരു ഷോക്ക് തന്നെ ഇനിയും അത് മാറാത്ത കൊണ്ട് നമ്മൾ പോകുന്ന സമയത്തും ആ ഷോക്ക് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെൻ്റെ കയ്യിൽ നോക്കുന്നുണ്ട്, ഞാൻ ഫോണിൽ എന്തെങ്കിലും കാണിക്കുക എന്തെങ്കിലും ഒന്ന് ഞാൻ പറയാൻ പോകുന്ന സമയത്ത് തന്നെ ഉടനെ തന്നെ അവർ ഒരു പരിഭ്രമം, അമ്മയുടെ ഈ ഒരു ഫീലിങ്. അപ്പോൾ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞത് തന്നെ തിരിച്ചും പാവെല്ലാം പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരാളെ മാത്രം കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ പിന്നെ മകനെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പാവം രണ്ട് കൈയും ചേർന്നിട്ടാണ് നമുക്ക് ശബ്ദം വരുന്ന പോലെ തന്നെ ജാസിയുടെ കാര്യത്തിൽ ജാസി തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ അതെന്തൊരു കാര്യമായാലും ആശയും അത് സമ്മതിക്കുന്നത് കൊണ്ടല്ലേ അല്ലേ. അപ്പം നമ്മൾ എന്തിനാ, അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ജാസി മാത്രമാണ് തെറ്റെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തെറ്റായിപ്പോവും. ഒരു ചെറിയ കാര്യം പറയണം, ആശിക്കും അത് അമ്മയ്ക്ക് വേണമെങ്കിൽ കഷ്ടം തോന്നും. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ ഈ വീട്ടിനുള്ളിൽ മൂടി മറിഞ്ഞിരിക്കേണ്ട. അമ്മ പറയണത് എനിക്ക് എവിടെ പോയാലും എല്ലാവരും ഇതാണ് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നീ എവിടെ പോയാലും എൻ്റെ മകൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു, എൻ്റെ മകൻ നീ തൊട്ടിട്ട് എന്നെ കാണാൻ വരണ്ടാന്ന് അന്ന് ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഇനി തൊട്ടിട്ട് എന്നെ വിളിക്കരുത്, ഞാൻ നിങ്ങളെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഒരു പെറ്റ അമ്മയ്ക്ക് അത് എത്ര തന്നെ ആയാലും സങ്കടം തന്നെയാണ്. ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് ഓൾറെഡി ഹസ്ബൻഡ് മരിച്ചിട്ട് 4 വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്രീവിൽ ഇരിക്കുമ്പോൾ ഇതും കൂടി ഇനിയൊരു നഷ്ടം ആർക്കായാലും. പ്രസവിച്ചിരിക്കും തൻ്റെ കുട്ടികളാവണമെന്ന സമയത്ത് അവർക്കല്ലേ അറിയുള്ളൂ. ഇപ്പോൾ നാളെ ജാസി പ്രസവിച്ച കുട്ടിയോ അല്ലെങ്കിൽ ജാസിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിക്ക് ഇതുപോലെ ഒരു നഷ്ടങ്ങൾ തനിക്ക് സംഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ. തീർച്ചയായിട്ടും അത് ഞാൻ ജാസിനെ കുറ്റം പറയുന്നല്ല, അത് ഇപ്പം എല്ലാം പറയാം. പക്ഷെ നമ്മൾ അമ്മേനെ പറയുമ്പോൾ നോക്കി പറയണം. അവർ പറയുന്ന ഓരോരോ വാർത്തകളെ ഇപ്പം അമ്മയ്ക്ക് പറയാം എനിക്ക് നിന്നെ വേണ്ടാന്നോ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ച് അവർ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും. പക്ഷെ നമ്മളൊരു സൈഡോട് ചിന്തിക്കണല്ലോ, ഇപ്പോൾ ജാസി ആശയുടെ കാര്യം എടുക്കണമെങ്കിൽ ഇതൊരു ഫെയിമലായി ഇതൊരു ലോക്കിലെ ഒരു പെട്ടൊരവസ്ഥയല്ലേ ആശയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റാത്തതുകൊണ്ടാണെങ്കിലോ. ഞാനിതിനെക്കുറിച്ച് ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിക്കാം. എനിക്കതിന് അവരുടെ ആ ഉള്ളിലുള്ള കോംപ്ലിക്കസി അതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് അറിയണ്ട. പിന്നെ എന്നെ പറയും ഞാൻ കഥകളി പോലെ കണ്ണിട്ടിട്ടിരുന്നു, ഞാൻ വന്നിട്ട് പിന്നെ അതിന് വന്നിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചതിന് മറുപടിയില്ല, അപ്പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു അത് ഇനി ഞാൻ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫോണിൽ.
അവരെ ഫോണ് വന്നപ്പോ ആരുടെ? ജാസിയുടെ ഫോണ് വന്നു. ഫോൺ വന്നു. എനിക്ക് ട്രൂ കോൾ ഉണ്ട്. ഇത് ഇവർക്ക് അറിയോ അറിയില്ലോ എനിക്ക് അറിയില്ല. വന്ന സമയത്ത് ആഷി ജാസി ബ്രാക്കറ്റ് കുണ്ടൻ. ഞാൻ എൻ്റെ ദൈവമേ, എന്നെ ഈ കണ്ട ഇന്റർവ്യൂവിൽ കടന്നിട്ട് വറുത്തെടുത്തിട്ട് അപ്പുറത്തുള്ള ഹോസ്റ്റ് വേറെ ഇതിന് ചിരിച്ചോണ്ട് ഞാൻ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞൂടെ, ഇത്ര വയസ്സായിട്ടുള്ള ഒരാളെ നോക്കി ഇപ്പം നിങ്ങൾ എന്നെ ഹോസ്റ്റിനെ കുറിച്ചിട്ട് എല്ലാം കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അവരിനെ തൂണ്ടി വിട്ടിട്ട് ചോദിക്കേണ്ട ചോദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ നിങ്ങൾ അപ്പുറത്തിരുന്നിട്ട് ചിരിക്കുക. അപ്പോൾ ആണായിട്ട് ഇരുന്നിട്ട് എന്നെ നോക്കി ചിരിക്കണമെന്നെങ്കിൽ അപ്പം അത് ഒരു വയസ്സിൽ മൂർത്തുള്ള ഒരാളാണ്. ഞാനും ഇന്ന് ആശിയുടെ അമ്മയും ഒരേ വയസ്സാണ് അല്ലേ? അപ്പം തന്നെ പോയിട്ട് തൻ്റെ വയസ്സ് മാത്രം ഒളിപ്പിച്ച് വെക്കും ജാസി. തനിക്ക് 28 എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തൻ്റെ എന്താ വയസ്സ് എന്നുള്ളത് എനിക്കും അറിയാം. അപ്പോൾ ആശിക്ക് ഇനിക്കാട്ടിയും വലുതാണ് അവരമ്മ പറയണത് ഞാൻ കേട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാനോ, ആര് വേണമെങ്കിൽ മൊത്തത്താവട്ടെ, ആരെ വേണമെങ്കിൽ താഴെ ആയിക്കോട്ടെ, പക്ഷേ തൻ്റെ ചന്തി കഴുകിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാണ്ട് മറ്റുള്ളവരുടെ ചന്തിയിൽ എന്താണുള്ളത് നോക്കാൻ പോണതാണ് എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം. ഫോൺ ചെയ്തിട്ട് പറഞ്ഞ ഇപ്പം കുണ്ടെന്ന് തന്നെ എഴുതി വെച്ചിട്ട് നീ എങ്ങനെ വന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് നീ കൊടി കൊത്തി നിന്നിട്ട് താണ്ഡവം കളിക്കണ്ടല്ലോ. നീ കഥകളി മാത്രമൊന്നല്ല കളിക്കണത്, നീ അതിൻ്റെ മേലെയാണ് കളിക്കണത്. ഞാൻ അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. ഞാൻ അവന് വിളിച്ചിട്ടുണ്ടെങ്കിൽ യെസ് നീ അവനാണ് അല്ലേ, ഞാൻ മാത്രമല്ല. അപ്പം എന്നെ വന്നിട്ട് നിങ്ങൾ അവന്ന് വിളിക്കും, അതിന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സിംഗപ്പൂർ പാസ്പോർട്ട് ഉണ്ട്, ഞാനിവിടെ ഗവൺമെന്റ് വഴിയായിട്ടേ ഞാൻ വരുള്ളൂ. നിങ്ങൾ സ്വയം തന്നെ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ് തെളിയിക്കുകയും ചെയ്തു. അതെ. പക്ഷെ ജാസി എന്ന് പറഞ്ഞ വ്യക്തി ഫെയിമിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വേഷം അണിഞ്ഞെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിനെ കുറിച്ച് ചോദിച്ചിട്ട് അവര് പറയണത് ഈ ഹോസ്റ്റുകാർക്ക് എന്നെ വന്നിട്ട് പിന്നെ അവരുടെ പേര് പറഞ്ഞിട്ടാണ് തനിക്ക് വന്നിട്ട് ഈ ട്രോൾ ചെയ്യുന്നൊന്ന് മനസ്സിലാക്കണം. അവരുടെ വിചാരം എന്താ അറിയോ, താൻ ട്രോൾ ചെയ്യുന്ന സമയത്തെ മറ്റുള്ള ആൾക്കാർ തന്നെ ട്രോൾ ചെയ്യുന്ന സമയത്ത് തനിക്ക് അത്രയും അവനാണ് അതിന് ലാഭം കിട്ടുന്നത്, അവന്റെ റീച്ച് അവനാണ് കിട്ടണത്. അപ്പൊ ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇല്ലെങ്കിൽ ഇന്ന് ഈ ആശിയും ജാസിയും ഈ ഉലകത്തിൽ ഇല്ല അല്ലെ? ഇന്നിപ്പോ ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞാലും ഗുഡ് പിന്നെ എക്സാമ്പിൾ, ബാഡ് എക്സാമ്പിൾ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്തും എല്ലാത്തിലും നമുക്കൊരു എക്സാമ്പിൾ കിട്ടും അല്ലേ? അതിൽ ഗുഡ് എക്സാമ്പിൾ എന്ന് പറയണത് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എത്ര പറഞ്ഞു, നിങ്ങൾ രഞ്ജുരാജിമാരെ കുറിച്ച്, ഞാൻ ആരെ കുറിച്ചിട്ടൊന്നും, എന്നാൽ അവർ അങ്ങനത്തെ തെറ്റങ്ങളൊന്നല്ല ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതൊരു തെറ്റായിട്ട് ഞാൻ പറയില്ല. പക്ഷെ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ പലതും ഉണ്ട്. വിരലിൽ 1 2 ഒന്നല്ല, എനിക്ക് വിരല് പറ്റില്ല, ട്രെയിൻ വെച്ചിട്ട് കൊണ്ടുവരേണ്ട അത്ര അളവിനുണ്ട് അല്ലേ? അതെ, വായില് തെറി പറയണതിൽ നിന്ന് തന്നെ മറ്റുള്ളവരെ വന്നിട്ട് ആക്ഷേപിക്കുന്നത്. എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു, നീ എന്നെ അവന്ന് വിളിച്ചു, നീ ചേച്ചി എന്നാണ് വിളിച്ചത് എന്നെ. ചേച്ചിന്ന് വിളിച്ചിട്ട് നീ എന്നെ വന്നിട്ട് ഇത്രയും ആക്ഷേപിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അതേപോലെ അഞ്ജലി അമീർ ഫോൺ ചെയ്ത് ദുബായിൽ നിന്ന് തൻ്റെ അഞ്ജലി അമീർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ എൻ്റെ മകളായിട്ട് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു പുതിയ അവതാരം ഒന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചോദിച്ചുട്ടോ ഞാൻ, സോറി, ഒരു പുതിയ അവതാരം ഇങ്ങനെ ടിക്ടോക്കിൽ കാണുന്നത്, ഞങ്ങൾക്ക് ടിക്ടോക്ക് സിംഗപ്പൂർ വരുമല്ലോ. അപ്പോൾ ടിക്ടോക്കിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അവതാരം വന്നിട്ടുണ്ട്, ഇത് ആരാണ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അറിയണവരാണ് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ വീഡിയോ കോൾ വന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പിന്നാലെ നിൽക്കണം. ആര്? ജാസി നിൽക്കണു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഒരാളെ കുറിച്ച് ചോദിച്ചില്ലേ, ദേ നിൽക്കണു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാൾ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ മടക്കി വെക്കുക എന്തൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ചെയ്തിട്ട് അവിടുന്ന് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇതേത് അസത്ത്, ഏത് എന്താ പറഞ്ഞ അത്രയും പുച്ഛം. ഒരു വലിയവർ, ഇപ്പം ഞാനൊക്കെ ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു ഫ്രണ്ട്, നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ അടുത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കും? ഹലോ, എങ്ങനെയാണ്, സുഖമാണോ, അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കണം. അതൊന്നും അല്ല. അഞ്ജലി അമീർ എനിക്കൊരു സിസ്റ്ററായിട്ട് വരും. പക്ഷേ വയസ്സിൽ നോക്കണമെങ്കിലും കൂടിയിട്ട് അവർ നമ്മുടെ സിസ്റ്ററായിട്ട് നമ്മുടെ ഒരു ഫാമിലിയാണ്, ലക്ഷ്മി ഫാമിലി പരിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ്. അപ്പോൾ അവിടെ എനിക്ക് തരുന്നുണ്ട് റെസ്പെക്റ്റ്. അപ്പോൾ അവരുടെ മകളാണെന്ന് പറയുന്നത്, പക്ഷെ അത് മകളായിട്ട് എടുത്തിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, അതും പറയണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു മനുഷ്യത്വം,
അപ്പൊ നീ മനുഷ്യത്വത്തിൽ നിനക്ക് കിട്ടുന്ന പിന്നെ അംഗീകാരവും നിനക്ക് കിട്ടുന്ന നല്ലതും കെട്ടതും എല്ലാം നീ ചോദ്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് മാത്രം എന്താ, ഞങ്ങൾ ഉപ്പിട്ടിട്ട് കഴിക്കുന്നില്ലേ? ഈ ലെവലിൽ ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് നീ തന്നെ നിന്നെ കുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ ഫോണിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദയവ് ചെയ്ത് അത് നിങ്ങൾ ഇടണം. എന്നാൽ ഞാൻ വെറുതെ പറഞ്ഞു എന്ന് പറയണ്ട. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു ഞാൻ. എന്താ അറിയോ, എന്നെ അപ്പുറത്തിരുന്ന് റെക്കോർഡ് ചെയ്യായിരുന്നു. എൻ്റെ ബാറിൽ ഞാൻ പോയി എന്നുള്ളത് നിങ്ങളുടെ ആര് പറഞ്ഞു? ഇതാണ് തിരിച്ച് ഇങ്ങോട്ട് അപ്പുറത്ത് ആശയുടെ സൗണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ വായിന്ന് ട്രാപ്പ് ചെയ്തിട്ട് അത് കൊണ്ടുപോയി അവർക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പൊ ഇത്ര ക്രിമിനൽ തോട്ട്സ്, ക്രിമിനൽ മൈൻഡഡ്. ഞാൻ അവരെ വിളിച്ചിട്ടില്ല. ഞാൻ എന്ത് അതിന് പറഞ്ഞു, ഞാൻ അവനെ വിളിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നമ്പറേ ഇല്ല. ആദ്യമായിട്ട് ഇത് കണ്ട ടൂ കോളിൽ കണ്ടാൽ തന്നെ അറിയാം വിളിക്കുന്നവരാരാണ് പോകണമെന്ന് അറിയില്ലേ. എന്നിട്ട് ഞാൻ ഇതേ തന്നെ അവർ അമ്മയുടെ അടുത്ത് കൊണ്ടേ കാണിച്ചു. അമ്മ ഈ നമ്പർ അവർ തന്നെയാണോ ചോദിച്ചു. ലാസ്റ്റത്തെ നമ്പർ പറഞ്ഞപ്പോൾ അതേ കുട്ടി പറഞ്ഞു. അമ്മയുടെ അടുത്ത് ഞാൻ കാണിച്ചു. അമ്മേ തന്നെത്താൻ തന്നെ കൊണ്ടെന്ന് പറയണം. എന്നിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഇന്ന് നീ അത് മാറ്റിയാലും, ഞാനിത് പറഞ്ഞതിന് ശേഷം നീ മാറ്റിയാലും, നീ തന്നെ സ്വന്തത്തിൽ അപ്പം എന്തിനാണ് തനിക്ക് പബ്ലിസിറ്റി? അതന്നെയല്ലേ വേണ്ടത്. അപ്പൊ മറ്റുള്ളവർ കൊണ്ടുവന്ന് വിളിക്കുന്ന സമയത്ത് നീ മാത്രം എന്തിനാണ് അതിന് നിന്നിട്ട് കരയാൻ നിൽക്കുന്നത്? കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നത്. Are you straight? He is straight. Are you straight? I am straight. You are straight, right? Yeah. സ്ട്രെയിറ്റിന്റെ മീനിങ് ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് പറയാൻ വയ്യ. ശരി വിടും. അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അമ്മ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇനി തൊട്ട് കരയരുത്, അമ്മ ഇനി തൊട്ട് കരയരുത്. അമ്മയ്ക്ക് ആര് പോയാലും അമ്മയ്ക്ക് മക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അമ്മ ജീവിച്ച് കാണിച്ചു കൊടുക്കും, പബ്ലിക്കിലേക്ക് ഇറങ്ങി നടക്കൂ, അമ്മ സന്തോഷമാവും. അമ്മ കരയുമ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ആത്മാ മാത്രമല്ല, അമ്മേനെ വിട്ടിട്ട് പോയ അച്ഛനില്ലേ, ആ ഗ്രേവിൽ കിടന്ന് കരയുണ്ടാവും. ആ ആത്മാ അവിടുന്ന് നോക്കിയിട്ട് പാവം കരയുണ്ടാവും. അപ്പം നിങ്ങൾ സന്തോഷമായിട്ട്, ഞാൻ എല്ലാവരുടെ അടുത്ത് ഇതേ പറയുള്ളൂ, പോയവർ തിരിച്ചു വരില്ല. നമ്മളിവിടെ ഇരുന്ന് കരഞ്ഞാൽ ആ ആത്മാവും ഇരുന്ന് കരയും. അതിൻ്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ തനിക്കൊരു ലോസ് വേണം. ചോദിക്കും, എൻ്റെ അമ്മ 12 വയസ്സിൽ പോയതാണ്. ഇന്ന് ഞാനൊരു ആണായാലും പെണ്ണായാലും ഈ ജന്മത്തിൽ ഞാനൊരു നല്ലൊരു കുട്ടിയായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആരുടെടുത്തും ഞാൻ കെട്ടുപേര് വാങ്ങിയിട്ടില്ല, ആരുടെയും മുതൽ ഞാൻ തിരുട്ടിയിട്ടില്ല, ആരിൻ്റെയും മക്കളെ ഞാൻ തിരുട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും നേർമയായിട്ടിരിക്കണം എന്നാണ് ഞാൻ ഇരുന്നത്. എൻ്റെ ബന്ധത്തിലും ഇന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്വന്തക്കാരും എൻ്റെ ആൾക്കാരും എന്നെ, നീ എന്തിനാ തിരിച്ചു വന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് തനിയായിട്ട് ജീവിക്കുന്നുള്ളത് ആർക്കും അറിയില്ല. അഹങ്കാരമാണ് ചിലർക്കൊക്കെ. എന്തറിയോ, താൻ പ്രസവിച്ചിട്ടുണ്ട്, തനിക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഹങ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെയും കൂടിയിട്ട് ഈ മക്കൾ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് കുട്ടികളില്ലെങ്കിലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. കുട്ടി, ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വിദ്യാദാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ മക്കള്. വിദ്യാദാനം എന്നുള്ളത് ഏറ്റവും വലിയ ദാനമാണ്. അപ്പോൾ ആ ദാനം കൊടുത്തവരെ എൻ്റെ കല്യാണത്തിന് വിളിക്കുന്നുണ്ട്, എന്നെ അമ്മയായിട്ട് നിർത്തുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മക്കളെ എന്നെ വന്നിട്ട് ഒരു അമ്മയായിട്ടാണ് അവിടെ നിർത്തുന്നത്. പക്ഷെ എൻ്റെ സ്വന്തത്തിൽ എന്നെ അങ്ങനെ നിർത്തുന്നില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ ആരുടെടുത്തും ഞാൻ കരഞ്ഞിട്ടില്ല. ആരുടെടുത്ത് എനിക്ക് കരയാൻ, എൻ്റെ അമ്മേനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ് കരഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ ഒരാൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മേൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നീ കരയരുത്, ഞാൻ എന്തിനാണ് ഞാൻ എൻ്റെ കണ്ണിന്ന് ഇത്രയും വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയിട്ട് നല്ലത് പറഞ്ഞു കൊടുത്ത് ആശ്വസിക്കണം, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് മരുമകളാവാം, അതാവാം, ഇതൊക്കെ പറയാം. എന്നിട്ട് പിന്നാലെ പോയിട്ട് പലയാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആ അമ്മയ്ക്ക് എന്താണ്, എത്ര തന്നെ ആയാലും തന്നെ ശരി, നീ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിന് അവരെ നിങ്ങൾ ഇത്രയും വേണ്ടത്രയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണതെല്ലാം നോണയാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. എന്താ പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ ആളിൻ്റെ വായിൽ നിന്ന് വീഴുന്ന എല്ലാ തെറികളും ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ പറഞ്ഞു ഇവരെ പറഞ്ഞു, അവർക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. എന്നെ തന്നെ എത്ര മോശമായിട്ട് ഒരു നിമിഷം കൊണ്ട് നീ എടുത്ത് തൂക്കിയെറിഞ്ഞ് സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് വേറെ എക്സാമ്പിൾ വേണ്ട.
സോ നിന്റെ ക്യാരക്ടർ അസസിനേഷൻ ഞാനല്ല ചെയ്യുന്നത്, ഈ വേൾഡ് മുഴുവനും ചെയ്യുന്നുണ്ട് അല്ലേ. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാർ എൻ്റെ എഗെയിൻസ്റ്റ് ആണ്. അവരെ പോലെ ഒരു ഇന്റർവ്യൂവിൽ കയറി ഇരുന്നിട്ട് ഞാൻ അവരെ വിളിച്ചു എന്ന് പറയണത് ഞാനല്ല വിളിച്ചിരിക്കുന്നത്. സി അവർക്ക് ഫഹദിൻ്റെ അടുത്തോ നന്ദിനിയുടെ അടുത്തോ അവന് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് വെച്ചോട്ടെ. എനിക്ക് ഫഹദും നന്ദിനിയും രണ്ടുപേരും ആസ് എ ടിക്ടോക്കിൽ നിന്ന് നമ്മൾ നോർമൽ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ അറിയുന്നത് അവരെ. അവർ ഈ ഒരു കാര്യം കൊണ്ട് ഇപ്പൊ പറഞ്ഞുണ്ടാക്കും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ വിവരമില്ലേ, എനിക്കെന്തെങ്കിലും ആരെങ്കിലും എന്താ അതാ പറഞ്ഞത് അമ്മയുടെ ബ്രെയിൻ വാഷ് ചെയ്യുക. ഇന്നലെ ഞാൻ പോയപ്പോൾ അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്യണ പോലത്തെ നിലമേലൊന്നല്ല അമ്മ ഇരിക്കണത്. അമ്മ പണ്ട് നോർമൽ ഫോൺ വെച്ചോണ്ടിരിക്കും, ഇന്ന് ഇതുപോലത്തെ നല്ല സ്മാർട്ട് ഫോൺ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര അവെയറായി. എന്താ അറിയോ, അടി തട്ടിയിട്ട് നമ്മളിപ്പോൾ അടിക്കാണ് കൊല്ലൻ്റെ അടി തട്ടിയിട്ടാണ് സ്വർണം പിന്നെ ഒരു ജ്വല്ലായിട്ട് മാറുക എന്ന് പറയണത്. അവർക്ക് കിട്ടിയ അടി കൊണ്ട് അവരിന്നൊരു ജ്വല്ലായിട്ട് ഇരിക്കുകയാണ്. അവർക്കെല്ലാം അറിഞ്ഞു. ഞാൻ അവരുടെ കൂടെ പോയി ഒരു ഫോട്ടോ ഞാൻ എടുക്കാനോ അവരെ എനിക്ക് റെക്കോർഡ് ചെയ്യാനോ എനിക്ക് അത് കൊണ്ടുവന്ന് കാണിച്ച് എനിക്ക് പബ്ലിസിറ്റി കിട്ടേണ്ട ഒരാവശ്യവും എനിക്കിന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എന്തിനാ ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ളത്? ഇന്റർവ്യൂവിൽ എന്തിനാ പറഞ്ഞു എന്നോ, ഇന്റർവ്യൂവിൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ അമ്മ, ഞാൻ എങ്ങനെ എൻ്റെ ഒരു അമ്മ സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചില്ലേ, ഇതുപോലെ സങ്കടമായിട്ട് ഇരിക്കുന്ന സമയത്താണ് അവരെ പോയി നമ്മൾ നോക്കേണ്ടത് അല്ലേ. സന്തോഷിച്ചിരിക്കുന്നവരെ പോയിട്ട് ഞാനത് വിശക്കുന്നവർക്ക് ശാപ്പാട് കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ജാസിയുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടും ഇത് പറഞ്ഞതുകൊണ്ടും എനിക്കൊരു വലിയ റീല് വന്ന് നാളെ എനിക്ക് പത്മഭൂഷൺ അവാർഡാണ് എനിക്ക് കിട്ടാൻ പോകണമെന്നുണ്ടെന്നല്ല ധാരണ ആണെങ്കിൽ ഞാൻ ആ റണ്ണിങ് റേസിലില്ല, ഞാൻ അവരുടെ കൂടെ ഓടാനും ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ സോറി പറയാനോ അല്ലെങ്കിൽ എനിക്കതൊരു ഖേദമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വയസ്സിനനുസരിച്ചിട്ട് ഇല്ലേ, അറിയാത്ത കാര്യത്തിന് നമ്മൾ അറിഞ്ഞാണ്ട് നമ്മൾ പറയണത് അതിൽ ഖേദമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ആരെ പോയി കാണണം, എനിക്ക് ആരെ കാണാൻ പാടില്ല എന്നാണ് നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട ഒരു അമ്മയാണ് അല്ലേ. ആ അമ്മേനെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് അവരിപ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? അത് അന്വേഷിച്ചവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളും കൗൺസിലിംഗ് ചെയ്യണം. അവരിന്ന് മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ പോലെയുള്ള ഒരാൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്നെയല്ല, അടുത്തത് ഇനി ഒരാളെയും അവരിന്നിപ്പോൾ കാണുന്നവരെല്ലാവർക്കും വെറുപ്പല്ലേ തോന്നുള്ളൂ. ഇവരെല്ലാവരും ഇങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ അമ്മ എന്നെ? അയ്യോ കുട്ടി, ഞാൻ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന ഒരാളല്ല. എൻ്റെ മകന് നടന്ന കാര്യത്തിന് മാത്രമേ ഞാൻ അതിന് അവരെ കുറിച്ചിട്ട് ആക്ഷൻ എടുത്തു. ആ കുട്ടി ഇന്ന് ഒരു ഹിന്ദു ആണെങ്കിലോ ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെണ്ണായിരുന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇല്ല, അവർ ഈ മീഡിയയിലൊന്നും കടന്ന് ഇങ്ങനെ കളിക്കാണ്ട് അഥവാ ആദ്യം തൊട്ടിട്ട് തന്നെ തൻ്റെ സൊസൈറ്റിയിൽ ഒരു നല്ല പേരെടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മേ ബി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടാവും. അതും പറഞ്ഞു കേട്ടോ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ടാവും. അവിടെ ഞാൻ പെണ്ണാണെന്ന് അങ്ങനത്തെ കാര്യമല്ല അവർ പറയണത്. പക്ഷേ ഈ കാണിക്കുന്നതെല്ലാം ബാക്ക് ഡോറും പിന്നെ നിങ്ങൾ തിരുട്ടത്തനമാണ്. തിരുട്ടത്തനം തമിഴിൽ പറയണമെങ്കിൽ കള്ളത്തനം. ഈ എന്തിന് സ്വന്തം പെറ്റ അമ്മയുടെ അടുത്ത് എന്തിന്? ഇതാണ് സ്ക്രീൻഷോട്ട് എനിക്ക് വന്നത്. നിങ്ങൾക്ക് ക്ലോസപ്പ് എടുക്കെങ്കിൽ എടുത്തോളൂ. നമ്പർ ഇത് തന്നെയാണ്. ഇതിലെന്താ എഴുതിയിരിക്കണം എന്നുള്ളത് ഒന്ന് നോക്കിക്കോ. എന്താ എഴുതിയിരിക്കണം പഠിക്കുക. എഴുതിയിരിക്കുന്നത് ആഷി ജാസി ബ്രാക്കറ്റിൽ കുണ്ടൻ അൺവാണ്ടഡ് കോൾ സംതിങ് ആൻഡ് ട്രൂ കോളറിന്റെ പേരാണ്.